ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദേശീയപാത 66 മലപ്പുറം ജില്ലയിലെ പാലച്ചിറമാട് മുതൽ സ്വാഗതമാട് വരെയുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എടരിക്കോടി മമ്മാലിപ്പടി ഭാഗത്തെ കാഴ്ചകളാണ്. ഇവിടുന്ന് സ്വാഗതമാട് വരെയുള്ള വർക്കിൻ്റെ കാഴ്ചകളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ടാറിംഗ് വർക്ക് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ദേശീയപാത 66 ഈ ഭാഗം അറിയപ്പെടുന്നത് കോട്ടക്കൽ ബൈപ്പാസ് ആണ്. ഈ ഭാഗത്ത് അറിയപ്പെടുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ഡിജിറ്റൽ സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. വർക്കൊക്കെ ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇവിടെ ക്രാഷ് ബാറിൻ്റെ ഭാഗത്ത് പെയിൻറ്റിംഗ് വർക്ക് മാത്രം ചെയ്യാനുള്ളൂ. സൈൻ ബോർഡിനുള്ള ഇതൊക്കെ അടിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഇവിടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. കോട്ടക്കൽ ബൈപ്പാസ് ഈ ഭാഗത്ത് ഏകദേശം 85-90% വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗം മാത്രമേ വർക്ക് കഴിയാനുള്ളൂ. ടാറിംഗ് വർക്കിൻ്റെ വർക്ക് മാത്രം കുറച്ച് ഭാഗം ചെയ്യാനുള്ളൂ. അത് കഴിഞ്ഞാൽ പൂർണ്ണമായും ഈ ഭാഗം കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. ഏകദേശം 2025 പകുതിയോടെ ഈ റോഡിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങുന്നതായിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ റോഡ് കടന്നു പോകുന്നത് പകുതിയോളം വയൽ ഭാഗത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നല്ല വ്യൂ ആയിട്ടുള്ള പോയിൻ്റാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഈ പാലച്ചിറമാട് മമ്മാലിപ്പടി ചേർശോല ഭാഗത്ത്. റോഡിൻ്റെ രണ്ട് സൈഡിലും വയലുകളാണ്. മനോഹരമായൊരു ബൈപ്പാസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഇനി ചെറുശോല ഭാഗത്തോട്ട് നമ്മളൊന്ന് പോയി നോക്കാം. ചെറുശോല ഭാഗത്താണ് ഇനിയിപ്പോൾ വർക്കിംഗ് കുറച്ച് കഴിയാനുള്ളത്. ആ ഭാഗത്ത് ടാറിംഗ് വർക്കിൻ്റെ വർക്കാണ് ഇനി കഴിയാനുള്ളത്. അത് ഉടൻ തന്നെ തീർക്കുന്നതായിരിക്കും. കഴിഞ്ഞ 3 ആഴ്ച മുന്നേ ഈ ഭാഗത്തെ വീഡിയോ ഈ ചാനലിൽ ഞാൻ ഇട്ടിരുന്നു. അതിൽ നിന്നും വളരെ മാറ്റങ്ങളാണ് ഇപ്പോൾ ഈ ഭാഗത്ത് വന്നിട്ടുള്ളത്. കഴിഞ്ഞ 3 ആഴ്ചൻ്റെ മുന്നത്തെ വീഡിയോ ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എല്ലാവരും കാണാത്തവർ കാണാൻ ശ്രമിക്കുക. അങ്ങനെ ചെറുശോല ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്ത് കട്ടവച്ച് മണ്ണിട്ട് ഉയർത്തി എന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്താണ് ഇനി ടാറിംഗ് വർക്ക് ചെയ്യാനുള്ളത്. ഇവിടെ രണ്ട് സൈഡിലും സൈഡ് വാള് കെട്ടി ഉയർത്തുന്നുണ്ട്. ഇവിടെയൊക്കെ ഇപ്പോൾ ഇനി ടാറിംഗ് വർക്കുള്ളൂ. ഒരു മിക്കവാറും 1-2 ആഴ്ച കൊണ്ട് ഇവിടെ ടാറിംഗ് വർക്ക് പൂർണ്ണമായിട്ടും കഴിയുന്നതായിരിക്കും. ആ ഭാഗത്ത് ഇവിടെ ഇതാണ് കോട്ടക്കൽ വരുന്നൊരു വയഡക്റ്റ് ബ്രിഡ്ജ്. ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്തോളം ഉള്ളൊരു വയഡക്റ്റ് ബ്രിഡ്ജാണിത്. അത്യാവശ്യം ഉയരത്തിൽ. ഇതിൻ്റെ മുകളിലിപ്പോൾ ടാറിംഗ് വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇപ്പോൾ മണ്ണ് അമർത്തി സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ JCB അമർത്തുന്ന തിരക്കിലാണ്, മണ്ണ് സെറ്റ് ചെയ്യേണ്ട വർക്കിലാണ്. ഇവിടെ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഇവിടെ കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ആരംഭിച്ചിട്ടുള്ളായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞ് സൈഡിൽ ക്രാഷ് ബാരിയറൊക്കെ ഫിറ്റ് ചെയ്ത് ലെവലായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ കണ്ട വയഡക്റ്റിൻ്റെ ഭാഗത്തെ കാഴ്ചകളാണ്. വയഡക്റ്റിന് മുകളിൽ ടാറിംഗ് വർക്കൊക്കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട്. ടാറിംഗ് വർക്ക്
ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. ഏകദേശം പകുതിയോളം തന്നെ പറയാം. ഇവിടെ ടാർമാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു സൈഡാണ് ടാർമാർക്ക് കഴിയേണ്ടത്. അത് ഉടൻ തന്നെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അത്രയും വേഗത്തിലാണ് ഇവിടുത്തെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. KNRCL കമ്പനി അത്രയും മനോഹരമായാണ് ഈ ബൈപ്പാസിലെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഈ ഭാഗത്തൊന്നും ടാറിംഗ് വർക്കൊന്നും ആരംഭിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഏകദേശം പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട്. സെൻട്രലിൻ്റെ കേസ് ബാറിൻ്റെ കമ്പിയൊക്കെ സെറ്റ് ചെയ്യേണ്ട വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് മതിൽ ഇടിച്ചില്ലാതിരിക്കാൻ അത്യാവശ്യം കനത്തിലാണ് ഇവിടുത്തെ സൈഡ് വാള് കെട്ടി ഉയർത്തുന്നത്. ഈ കുറച്ച് ഭാഗത്ത് കട്ടച്ച് മണ്ണിട്ട് ഉയർത്തും. ഒരു ഭാഗത്ത് വയലറ്റ് ബ്രിഡ്ജാണ് ഉള്ളത്. കുറച്ചങ്ങോട്ട് പോയാൽ രണ്ട് ഭാഗവും വയലറ്റ് ബ്രിഡ്ജാണ്. ഈ കുറച്ച് ഭാഗം ഉയർന്ന പ്രദേശം, അപ്പുറത്തെ സൈഡ് കുറച്ച് താഴ്ചയുള്ള പ്രദേശമായിരുന്നു. അവിടെയാണ് വയലറ്റ് ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത്. കുറച്ചങ്ങോട്ട് പോയാൽ പൂർണ്ണമായും താഴ്ചയുള്ള ഭാഗമാണ്. അവിടെ പൂർണ്ണമായിട്ടും വയലറ്റ് ബ്രിഡ്ജാണ്. അപ്പോൾ ഇവിടെ ഏകദേശം റോഡ് ലെവൽ ചെയ്ത് തന്നെ പറയാം. ഉടൻ തന്നെ നെക്സ്റ്റ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഇവിടെ പൂർണ്ണമായിട്ടും വർക്കൊക്കെ കഴിഞ്ഞ് സെറ്റായിരിക്കും. അത്ര വേഗത്തിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഇപ്പോൾ സ്വാഗതമാട് ഭാഗത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് ഭാഗത്ത് ഒരു സൈഡിൽ മണ്ണെടുത്ത് ഒഴിവാക്കേണ്ടതുണ്ട്. ആ വർക്കാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, അടുത്ത വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ മാക്സിമം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ബായ്. സ്വാഗതമോടെ ചെനക്കൽ ഭാഗത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.